ഹായ് ഫ്രണ്ട്സ്, സുബിൻ ടെക് ആൻഡ് ഫിഷിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എച്ച് പിയുടെ പ്രിൻ്റർ അൺബോക്സിങ് വീഡിയോ ആണ്. ഡെസ്ക് ജെറ്റ് 2331 എന്ന് പറഞ്ഞ മോഡലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതേ നമ്മൾ ആമസോണിൽ നിന്ന് ഇതിന് മുമ്പ് ഇതേ മോഡൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വന്ന സമയത്ത് പാക്കിംഗ് ഇഷ്യൂസ് ആയിട്ടാണ് തോന്നുന്നത്. ചെറിയൊരു സ്ക്രാച്ച് ഉണ്ടായിരുന്നു, പൊട്ടലുണ്ടായിരുന്നു. അതിനുശേഷം പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് ഈ പ്രിൻ്റർ വന്നിട്ട് വളരെ ഡിലേ ആയിരുന്നു കേട്ടോ. ഇതിപ്പോൾ നമ്മൾ അതേ സാധനം തന്നെയാണ് 2 ദിവസത്തിനുള്ളിൽ അവർ ഓർഡർ ചെയ്തത് പക്കയായിട്ട് തിരിച്ച് അപ്പോൾ തന്നെ അത് റിട്ടേൺ എടുത്തിട്ട് പോവുകയും അപ്പോൾ തന്നെ നമുക്ക് 2 ദിവസത്തിനുള്ളിൽ തന്നെ പുതിയ ഐറ്റം കിട്ടുകയും ചെയ്തു. അതേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പ്രിൻ്ററിനൊപ്പം ചേർന്നിട്ട് അതിനൊപ്പം നമുക്ക് ഇങ്കും കൂടെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ക് കാര്യങ്ങൾ അപ്പോൾ കാണുന്നത് കാറ്റലോഗാണ്. അത് വേണ്ട തിരിച്ചത് വരുമ്പോൾ അപ്പോൾ അത് കുഴപ്പമില്ല കേട്ടോ. ബോക്സിന് ക്ലിയർ ആയിട്ട് കറക്റ്റായിട്ട് നമുക്ക് പാക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിന് മുമ്പ് വന്ന സംഭവം ചെറിയ പാക്കിംഗ് ഇഷ്യൂസ് ഉണ്ട് തോന്നുന്നു, അതുകൊണ്ടാണ് തോന്നുന്നു. ഇത് കുഴപ്പമില്ല, നന്നായിട്ട് ക്ലിയർ ആയിട്ട് ബാഗ് 2 സൈഡും അതിൻ്റെ ആയിട്ടുള്ള മെറ്റീരിയലായിട്ട് അട്ടകൾ കാർഡ്ബോർഡ് പോലുള്ള മെറ്റീരിയലൊക്കെ വെച്ച് കറക്റ്റ് പാക്കിങ് ആയിരുന്നു കേട്ടോ. ആ പാക്കിങ് എടുക്കാൻ തൃപ്തിയാണ്. പക്ഷേ കുറച്ചും കൂടെ മുമ്പ് കാലഘട്ടങ്ങളിൽ കുറച്ചും കൂടെ അവൻ്റെ പാക്കിങ് സൂപ്പറായിരുന്നു ആമസോണിൻ്റെ. ചുറ്റും എയർ ബാഗും കൂടി അഡീഷണൽ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ എന്താണെന്ന് അറിയില്ല, എയർ ബാഗ് കാണാനില്ല ചുറ്റും, പക്ഷേ എന്നാൽ പാക്കിങ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് കവറൊക്കെ മൊത്തം ഒരു കവറായിട്ട് വന്നിരിക്കും. കവർ ഓപ്പൺ ചെയ്ത് നോക്കാം. അതൊരു അതിനൊരു കാറ്റലോഗ് ഓൺ ഓഫിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസാണ്. അപ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ പുതിയൊരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നമ്മളെ വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക. അപ്പോൾ മാത്രം നമ്മൾ നമ്മൾ പ്രിൻ്റർ ഓൺ ആക്കിയിട്ട് പ്രിൻ്റ് എടുത്ത് വരെ കാണിക്കുന്നുണ്ട് ഇപ്പോൾ വീഡിയോയിൽ. അതായത് ചിലവരൊക്കെ അൺബോക്സ് ചെയ്തിട്ട് ചുമ്മാ പോകും. അതുപോലെയല്ലേ നമ്മൾ ക്ലിയർ ആയിട്ട് ഓപ്പൺ ചെയ്ത് അതിന് ശേഷം നമ്മൾ പ്രിൻ്റ് എടുത്തിട്ട് പ്രിൻ്റർ എങ്ങനെ വരുന്നുണ്ട് നടക്കാൻ കാണിക്കുന്നുണ്ട്. നമ്മൾ ആദ്യം എടുത്ത വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അതിൽ വന്നിട്ട് പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് വളരെ ഡിലേ ആയിരുന്നു. ഡിലേ പറഞ്ഞാൽ നല്ല ഡിലേ. അതുകൊണ്ടാണ് നമ്മൾ മസ്റ്റായിട്ട് റിട്ടേൺ ചെയ്യാനുള്ള കാരണം. നമ്മൾ വീട്ടിൽ പ്രിൻ്റർ ഇല്ല കേട്ടോ. എന്നാലും പക്ഷേ നമുക്ക് കഫേയിലൊക്കെ പോയിട്ട് നമ്മൾ പ്രിൻ്റ് എടുത്തിട്ട് എനിക്ക് അറിയാം, അപ്പോൾ പരിചയമുണ്ട്. നമ്മൾ സാധാരണയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളതിൻ്റെ അപ്പോൾ കടയിലൊക്കെ തിരക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ എന്ന് പറയും നമ്മളോട് പ്രിൻ്റ് എടുക്കാൻ പറയും. നമ്മളതിനെ എടുക്കുന്ന സമയത്ത് അത് കുറച്ചും കൂടി നല്ല സ്പീഡായിട്ട് വരുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ വാങ്ങിയ പ്രിൻ്റർ പുതിയത് വാങ്ങിച്ച സമയത്ത് അത് വളരെ ഡിലേ. അപ്പോൾ തന്നെ കാര്യം എനിക്ക് മനസ്സിലായത് ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് റിട്ടേൺ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ 2 കേബിളാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിലായിട്ട് കണക്ട് ചെയ്ത് നോക്കാം, പിന്നെ ഒന്ന് സിസ്റ്റത്തേക്കും കേട്ടോ. അപ്പോൾ അത് എനിക്കത് സംശയം തോന്നിയതുകൊണ്ടാണ് കേട്ടോ റിട്ടേൺ ചെയ്തത്. അപ്പോൾ നിങ്ങളിപ്പോൾ ആരെങ്കിലും ആമസോണിൽ നിന്നാലും ശരി, ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാലും ശരി പർച്ചേസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ സാധനമൊക്കെ മെറ്റീരിയലൊക്കെ സൂപ്പറായിട്ടാണ് കൊണ്ടുവരുന്നത്. പക്ഷേ എന്താണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി വാങ്ങുന്നില്ലല്ലോ. അപ്പോൾ കടയിലായാലും തന്നെ കേട്ടോ അവസ്ഥ. കടയിലാകുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് കാണിക്കുന്ന ഒന്നായിരിക്കും, പിന്നെ പാക്ക് ചെയ്തിട്ടുള്ള പുതിയ സാധനമായിരിക്കും വരുന്നത് ഉണ്ടാവും. അപ്പോൾ ഇഷ്യൂസ് ആരുടെ പേരിലും കുറ്റമില്ല. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മളത് വിളിച്ചത് ആമസോണിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. റിപ്പോർട്ട് ചെയ്ത സമയത്ത് തന്നെ അവർ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്തു. എന്നിട്ട് ശരി, ഓക്കെ സാർ, നമുക്ക് അത് തിരിച്ച് റിട്ടേൺ ചെയ്തോളൂ പറഞ്ഞു. നമ്മൾ റിട്ടേൺ കൊടുത്തു. സംഭവം പുതിയ സാധനം 2 ദിവസത്തിനുള്ളിൽ തന്നെ എത്തുകയും ചെയ്തു. ഇഷ്യൂസ് നമുക്കൊരു പുതിയ ബുദ്ധിമുട്ടായിരുന്നു തോന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളത് ഈ ഭാഗമാണ് നമ്മളത് ഇങ്കിടുന്ന ഭാഗമുണ്ട്. ഇങ്കിടുന്ന ഭാഗം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 ഇങ്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കളറും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ബ്ലാക്കും വൈറ്റും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് 2 ഇട്ട് കൊടുക്കുക. ഒരേ ടൈമിൽ തന്നെ 2 ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഇങ്ക് കളർ എടുക്കണമെങ്കിൽ കളർ ഉപയോഗിക്കാം. അതൊന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒന്ന് കളറാണ് കേട്ടോ. എച്ച് പിയുടെ തന്നെയാണ്. എച്ച് പിയുടെ ഐറ്റത്തിൽ HB മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ, അതാണ് സത്യം. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇങ്ക് ക്ലിയറായിട്ട്. ഇനിയിപ്പോൾ ഇതിലിപ്പോൾ ഓൾറെഡി ഇങ്ക് ഉണ്ട്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് അറിയാം ഇങ്ക് ചെയ്യേണ്ടത്. ബോട്ടിൽ കിട്ടും. ബോട്ടിൽ വാങ്ങിയിട്ട് അതിനോടൊപ്പം സിറിഞ്ച് കിട്ടും. അതിൽ ജസ്റ്റ് ഒരു എന്തുണ്ടോ ഇത് മഷി കാണുന്ന ഭാഗം, അതിൻ്റെ ഫ്രണ്ട് ഭാഗം ഉണ്ട്. HP കൊണ്ട് ഒരു സെൻറ്ററിലൊരു കുത്തുണ്ട് പോയിൻ്റ്. ഈ പോയിൻറ്റിലേക്ക് നമ്മൾ സിറിഞ്ച് വാങ്ങിച്ചിട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോഴേ ഞാൻ അടുത്ത മഷി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇതിലിപ്പോൾ നമുക്ക് കുറച്ച് ഒരു പ്രിൻ്റ് എടുക്കാനുള്ള ഇങ്ക് ഉണ്ടാവും. ഇനി നമ്മൾ ലൂസ് ഇങ്ക് വാങ്ങിച്ചിട്ട് ഇതിലോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുത്താണ് പതിവ്. എന്നാലും ഇത് മാത്രമായിട്ട് ഇങ്ങനെ ഇത് മാത്രം സെപ്പറേറ്റ് വാങ്ങുകയാണെങ്കിൽ നല്ല വില റേറ്റാണ് കേട്ടോ. 680 രൂപ റേറ്റ് വരുന്നത്. അപ്പോൾ അറിയാത്തവരത് ഇത് മാത്രമായിട്ട് വാങ്ങാൻ നിൽക്കരുത്. ഇതിൻ്റെ സെപ്പറേറ്റ് ലൂസായിട്ടുള്ള ഇങ്ക് കിട്ടും, ബോട്ടിലായിട്ട് കിട്ടുന്ന സമയത്ത് അത് നിങ്ങൾക്ക് സെപ്പറേറ്റ് വാങ്ങിച്ചിട്ട് അതിനൊപ്പം തന്നെ സിറിഞ്ച് കിട്ടും. അത് വാങ്ങിയിട്ട് ഇതിൽ കറക്റ്റായിട്ട് ഇതിൽ ഇഞ്ചക്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇത് പരമാവധി കുറേ കാലം ഉപയോഗിക്കാൻ പറ്റും HP. അതായിരിക്കും ബെറ്റർ, നമുക്ക് ലാഭം. പിന്നെ നമ്മളത് അത്രയും ഇത് ഉടനോടെ മാറ്റുകയാണെങ്കിൽ നമുക്കിപ്പോൾ കടയിൽ പോയി എടുക്കാനും റേറ്റ് കൂടാറൊക്കെ വരും. അപ്പോൾ നമ്മൾ കളറും ബ്ലാക്കും ഇട്ട് കൊടുക്കും, നമുക്ക് ഏതാണ് വേണ്ടത് ഉപയോഗിക്കാൻ. അപ്പോൾ നമ്മളിപ്പോൾ ഹോൾ ടിക്കറ്റൊക്കെ എടുക്കുന്ന സമയത്താണെങ്കിൽ നമുക്കൊരു കളർ ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കളർ കൊടുക്കാവുന്നതാണ്. പക്ഷേ അത് കളർ കൊടുക്കുന്നതുകൊണ്ട് പെട്ടെന്ന് കളറിൻ്റെ ഇങ്ക് തീരാൻ സാധ്യത കൂടുതലാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ കൂടുതലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ
ബാക്കുള്ള ഓപ്പൺ ഒന്ന് അടച്ച് ക്ലോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതാണ് നമ്മൾ A4 ഷീറ്റ് ഇടുന്ന ഭാഗമുണ്ട്. ആ ഭാഗം ഒന്ന് ഉയർത്തി കൊടുത്തിട്ട് ബാക്ക് കറക്റ്റായിട്ട് അതോ ബാക്കുള്ള സൈഡ് ഒരു ക്ലിപ്പ് പോലെ ഉണ്ട്, അതൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ച് നമുക്ക് A4 ഷീറ്റ് അതിലോട്ട് ഇൻസെർട്ട് കൊടുക്കും. അതിന് നമ്മൾ രണ്ട് സൈഡിൽ ഒരു ഡ്രോയിങ് ഉണ്ട്, അത് ഡ്രോ എന്ന് വിളിക്കുന്ന സൈഡൊക്കെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് പേപ്പർ ഇൻസെർട്ട് കൊടുക്കാം. പേപ്പർ ഇൻസെർട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കറക്റ്റായിട്ട് A4 ഷീറ്റ് വെക്കുന്ന കറക്റ്റ് ഏരിയ ആയിരിക്കണം. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് ചെരിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രിൻറ്റ് എടുക്കാൻ സാധ്യത കമ്മിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഫോട്ടോഷോട്ട് എടുത്ത് തുടർന്ന് നോക്കട്ടോ. അപ്പോൾ നമ്മൾ ഫോട്ടോ ഓണാക്കിയിട്ടുണ്ട്, ഫോട്ടോഷോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെന്ന് നോക്കാം നമുക്ക്. അടിപൊളി. ഇത് കണ്ടോ, ഇപ്പോൾ നമ്മൾ ഫോട്ടോഷോട്ട് എടുക്കുന്ന ഭാഗം എത്ര സഡനായിട്ട് വരുന്നതെന്ന്. ഇത് നമ്മൾ നേരത്തെ ഉള്ള പ്രിൻ്റർ എടുത്ത് വാങ്ങിയ സമയത്ത് അത് ഇത്ര ഇല്ല കേട്ടോ, ഇതിനേക്കാളും വളരെ ഡിലേ പതിയായിരുന്നു. വരുന്നൊരു ആക്ഷനേ സ്ലോ ആയിരുന്നു. അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ നമ്മളത് ഉപയോഗിക്കുന്നില്ല, അപ്പോൾ തന്നെ റിട്ടേൺ ചെയ്യുകയാണ് ചെയ്തത്. ഇത് അത്യാവശ്യം നല്ല സ്പീഡാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പ്രിൻ്റ് എടുത്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്കൊന്ന് ഫോട്ടോസ്റ്റാറ്റും എടുത്ത് കാണിക്കാമെന്ന്. നമുക്ക് പുതിയൊരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ കളർ പ്രിൻ്റാണ് കേട്ടോ. കളർ പ്രിൻ്റ് അപ്പോൾ ആദ്യമായിട്ട് കളർ പ്രിൻ്റ് എടുക്കുമ്പോൾ പിന്നെ ഭഗവാൻ്റെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുതിയൊരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.